എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും കപ്പയും കാന്താരിയുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടിയെടുക്ക് ഇടുക്കിക്ക് പോവാം എന്നൊരു ക്യാപ്ഷൻ സഞ്ചാരികൾക്കിടയിൽ ഇങ്ങനെ ഓടിക്കളിക്കാറുണ്ട്. അങ്ങനെ പെട്ടിയെടുത്ത് ഇടുക്കിക്ക് വരുവാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് കപ്പയും കാന്താരി എന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇടുക്കി ജില്ലയിലെ ചെറുതോണിക്കടുത്തുള്ള കിഡു ഹിൽ സ്റ്റേഷനായ പാൽക്കുളം മേടാണത്. ആദ്യമായാണ് കപ്പയും കാന്താരിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോസ് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് എഴുതിയേക്കുക. അപ്പോൾ നമുക്ക് പാൽക്കുളം മേട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കട്ടയ്ക്ക് കൂടെ വീഡിയോയുടെ അവസാനം വരെ നിന്നോണം. ചേലച്ചുവട് ചുരുളി വഴിയാണ് ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചേലച്ചുവട് എറണാകുളത്ത് നിന്ന് ചെറുതോണിക്ക് വരുമ്പോൾ കരിമ്പന് മുമ്പായി ചേലച്ചുവട് എന്നൊരു സ്റ്റോപ്പുണ്ട്. അതിനുശേഷം ചുരുളി എത്തി, ചുരുളിയിൽ നിന്ന് റൈറ്റ് എടുത്ത് ആൽപ്പാറ എത്തി. അതിനുശേഷമുള്ള ഓഫ് റോഡ് വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കിലോമീറ്ററോളം നമ്മളിങ്ങനെ ഓഫ് റോഡ് ചെയ്യണം. ഇങ്ങനെ ഓഫ് റോഡ് ചെയ്താൽ പാൽക്കുളം മേടിൻ്റെ ലാസ്റ്റ് ഹില്ലിൻ്റെ ബേസ് വരെ നമുക്ക് ജീപ്പുമായിട്ട് തന്നെ പോകാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ ട്രക്ക് ചെയ്ത് കയറണം. പാൽക്കുളം മേടിലേക്ക് എത്തിച്ചേരുവാനായി പ്രധാനമായും 2 വഴികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, ചെറുതോണിയിൽ നിന്നും വാഴത്തോപ്പ് വഴി മണിയാർകുടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് 4 കിലോമീറ്റർ ഓഫ് റോഡ് ചെയ്ത് എത്തുന്ന വഴിയും. 2, ചേലച്ചുവടിനടുത്തുള്ള ചുരുളിയിൽ നിന്നും റൈറ്റ് എടുത്ത് ആൽപ്പാറ എത്തി 4 കിലോമീറ്ററോളം ഓഫ് റോഡ് ചെയ്തെത്തുന്ന വഴിയും. ഞാൻ പ്രിഫർ ചെയ്യുന്ന വഴിയെന്ന് വെച്ചാൽ നമുക്ക് ആൽപ്പാറയിലൂടെ എൻട്രി ചെയ്തിട്ട് പാൽക്കുളം മേട് കണ്ട് മണിയാറൻകുടി വഴി ഇറങ്ങി വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫ് റോഡിങ്ങിൻ്റെ കംപ്ലീറ്റ് സുഖം ആസ്വദിക്കാൻ കഴിയും. ധാരാളം വ്യൂ പോയിൻറ്റ്സ് ഇടയ്ക്കുണ്ട്, മലനിരകളുണ്ട്, ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ആസ്വദിക്കാൻ കഴിയും. ഇനി ആനകളെ കാണണമെങ്കിൽ കൂടി ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ട്രക്കിങ്ങിൻ്റെയും ഓഫ് റോഡിങ്ങിൻ്റെയും ഡിഫിക്കൽട്ടി പറയുകയാണെങ്കിൽ അത്ര ഹൈലി ഡിഫിക്കൽട്ടൊന്നുമല്ല. ഒരു മോഡറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫിക്കൽട്ടിയാണ് ട്രക്കിംഗ് ആയാലും ഓഫ് റോഡ് ആണെങ്കിലും ഇങ്ങോട്ടുള്ളത്. നിങ്ങളുടെ യാത്ര കഴിവതും നേരത്തെ തുടങ്ങുവാൻ ശ്രദ്ധിക്കുക. രാവിലത്തെ സൺറൈസ് വ്യൂ അമേസിംഗ് ആണ് ഇവിടുത്തെ. സൺറൈസും സൺസെറ്റും. അല്ലെങ്കിൽ ഇച്ചിരി വൈകി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ശ്രദ്ധിക്കുക. ഒരു ഓഫ് റോഡ് വാഹനം കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന മാക്സിമം പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി കാണുന്ന ഈ ഒരു മല എന്ന് പറയുന്നത് നമുക്കൊരു 1 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം ട്രക്ക് ചെയ്ത് മാത്രം കയറിപ്പോകാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് ജീപ്പ് കൊണ്ടോ കാർ കൊണ്ടോ ബൈക്ക് കൊണ്ടോ ഒന്നും കയറിപ്പോകാൻ പറ്റില്ല. ട്രക്ക് ചെയ്ത് തന്നെ കയറിപ്പോകണം. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ഉണ്ടാവും. നല്ല സ്റ്റീപ്പാണ്. അപ്പം ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു പാർട്ട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ക്യാമ്പിങ്ങിനും ഓഫ് റോഡ് അഡ്വഞ്ചറുകൾക്കും എല്ലാം ഒരുപാട് അനുയോജ്യമായ സ്ഥലമാണ് ഇവിടെ. ട്രക്കിങ്ങിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുടിവെള്ളവും ഭക്ഷണവും. നിങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളവും ഭക്ഷണവും തീർച്ചയായും കയ്യിൽ കരുതുക. മല കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടാൻ യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയത്, അതായത് രാവിലെ അത്രയും നേരത്തെ എണീറ്റ് ഓഫ് റോഡ് ജീപ്പിൻ്റെ ചാട്ടം എല്ലാം സഹിച്ച് ഇത്രയും ട്രക്ക് ചെയ്ത് ഈ മേലെ കയറി എത്തിയതിൻ്റെ എല്ലാ ക്ഷീണവും തീർക്കുന്ന ടൈപ്പ് ഒരു വ്യൂ ആണ് ഇതിൻ്റെ മേലെ നമുക്ക് കിട്ടാനുള്ളത്. എല്ലാ താഴ്വരകളിലും ഇടുക്കിയിലെ ചെറിയ ചെറിയ വില്ലേജുകളാണ്. പിന്നെ ഒരു സൈഡിലേക്ക് ഫുള്ള് കാടാണ്. ഈ ഒരു കാഴ്ച അമേസിംഗ് ആണ്, അമേസിംഗ്.
ഇവിടെ നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒരു സീനുമില്ല. നമുക്ക് ചെറുതോണി, കരിമ്പൻ, ചേലച്ചോട് എന്നീ സ്ഥലങ്ങളിൽ അത്യാവശ്യം നീറ്റായ നല്ല അക്കോമഡേഷൻ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഫുഡാണെങ്കിലും എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡ്, നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡും അവൈലബിൾ ആണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇടുക്കി ഡാം, ഹിൽ വ്യൂ പാർക്ക്, അങ്ങനെ കാൽവരി മൗണ്ട്, അങ്ങനെ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. നിങ്ങളൊരു 2 ദിവസമൊക്കെ ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് കൂട്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വർത്തായിരിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 3100 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ എപ്പോഴും പൊതുവെ ഒരു കാറ്റും ഒരു തണുപ്പും ഒരു മഞ്ഞും എല്ലാം വന്നുകൊണ്ടേയിരിക്കും.